എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കേരള യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള തേർഡ് അലോട്ട്മെൻറ്റ് തിങ്കളാഴ്ച പ്രസിദ്ധീകരിക്കും. അപ്പോൾ ജൂൺ 24-ാം തീയതിയോടെ വിദ്യാർത്ഥികൾക്ക് ഈ വർഷത്തെ കേരള യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള തേർഡ് അലോട്ട്മെൻറ്റ് അറിയാനായിട്ട് സാധിക്കുന്നതാണ്. ജൂൺ 1-ാം തീയതിയോടെ വിദ്യാർത്ഥികളുടെ ഈ വർഷത്തെ ഡിഗ്രി ക്ലാസ്സുകൾ ആരംഭിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇവിടെ നിങ്ങൾക്ക് സ്പോർട്സ് കോട്ടയിൽ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ സ്പോർട്സ് റിലേറ്റഡ് ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ ആ ഒരു സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ചെയ്തതുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റാറ്റസ് നിങ്ങളുടെ വെബ്സൈറ്റിൽ അത് നിങ്ങളുടെ പ്രൊഫൈലിൽ വന്നിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും നൽകി ലോഗിൻ ചെയ്യുകയും അതിനുശേഷം അതായത് നിങ്ങളുടെ ആ ഒരു സ്പോർട്സ് റിലേറ്റഡ് സർട്ടിഫിക്കറ്റിൻ്റെ ആ ഒരു സെഷനിൽ പോയിക്കൊണ്ട് അത് സ്പോർട്സ് കോട്ടയുടെ ആ ഒരു മെനു ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ വെരിഫൈ ആയിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാവുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള സ്പോർട്സ് റിലേറ്റഡ് സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് നിലവിൽ വെബ്സൈറ്റിൽ വന്നിട്ടുണ്ട്. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് നോക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു ഇൻസ്ട്രക്ഷൻസിൽ പറഞ്ഞിട്ടുള്ള പ്രകാരം വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ആ ഒരു സ്പോർട്സ് കോട്ട സർട്ടിഫിക്കറ്റ് പുനഃപരിശോധന സംബന്ധിച്ചുള്ളതാണ്. കേരള സർവകലാശാലയോട് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള കോളേജുകളിലെ ബിരുദ കോഴ്സുകളിലേക്കുള്ള സ്പോർട്സ് കോട്ട റാങ്ക് ലിസ്റ്റിലേക്കുള്ള ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻസ് കംപ്ലീറ്റ് ആയി. അതുപോലെ തന്നെ സ്പോർട്സ് കോട്ട ഓപ്ഷൻ നൽകിയ വിദ്യാർത്ഥികൾക്ക് പ്രൊഫൈലിൽ നിന്നും വെരിഫിക്കേഷൻ സ്റ്റാറ്റസ് പരിശോധിക്കാവുന്നതാണ്. സർട്ടിഫിക്കറ്റ് റിജക്റ്റ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് നിലവിൽ അപ്ലോഡ് ചെയ്ത സർട്ടിഫിക്കറ്റിൻ്റെ തെറ്റുകൾ പരിഹരിച്ച് 24-ാം തീയതി വൈകുന്നേരം 5 മണിവരെ പ്രൊഫൈലിൽ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ നിശ്ചിത സമയത്തിനുള്ളിൽ ലഭിക്കുന്ന പരാതികൾ പരിഗണിച്ച് ശേഷം ഈ ഒരു ഫൈനൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. 24-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് ശേഷം ലഭിക്കുന്ന പരാതികൾ പരിഗണിക്കുന്നതല്ല. പരാതികൾ സർവകലാശാലയിലേക്ക് ഇമെയിൽ മുഖേന അയക്കേണ്ടതില്ല. നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ തെറ്റായിട്ട് കാണിച്ചിട്ടുള്ളത് അത് കറക്റ്റായിട്ട് നിങ്ങൾ വെരിഫൈ ചെയ്ത് അത് പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള കറക്റ്റായിട്ട് സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.